അച്ഛന് പേടിക്കാനൊന്നുമില്ല, ആശുപത്രിയില, ഐസിയുല്. എന്റെ ദൈവമേ, എന്താ എന്റെ അച്ഛന് പറ്റിയത്? എന്താ അമ്മ എനിക്ക് ഫോണും തരാതിരുന്നത്? അതെന്തിനാ? കാര്യം ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് അച്ഛനെ കാണണം. ഞാനൊന്ന് പോയിക്കോട്ടെ അമ്മ. പോയിക്കോ കല്യാണി, അല്ലെങ്കിൽ സുഖു ഇപ്പിങ്ങി വരും. എന്നിട്ട് രണ്ടുപേരും കൂടി പോയാ മതി. അതമ്മേ, സുഖേട്ടൻ വരാൻ താമസിച്ച ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അത് വേണ്ട, സുഖു വരാനുള്ള സമയമായല്ലോ. ഇനി അവൻ വന്നിട്ട് നിന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ എന്റെ മേക്കെട്ട് കയറും. അമ്മ, അച്ഛൻ എനിക്കിപ്പൊ കാണണം. ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നേക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്നെ ധിക്കരിച്ച് പോണമെന്നുണ്ടെങ്കിൽ നീ പോയിക്കോ. പോട്ടെ. സുഖേട്ടൻ എന്താ ഇത്ര വൈകിയത്? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കാത്തിരിക്കാൻ മാത്രം എന്താ പതിവില്ലാത്തൊരു വിശേഷം? അച്ഛ ഹോസ്പിറ്റലാ. പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് ഐഷ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ദേവ് വിളിച്ചു പറഞ്ഞു. സുഖേട്ടൻ വന്നിട്ട് ഒന്നിച്ചു പോവാന്ന് അമ്മ പറഞ്ഞു. ഇല്ലെങ്കിൽ നീ അങ്ങ് ഇറങ്ങി പോയാനെ, കൊന്നുകളയും ഞാൻ. സുഖേട്ട, നമുക്കൊന്ന് പോകാം സുഖേട്ട. എന്തിന്? ഹോസ്പിറ്റലല്ലേ, പേടിക്കാനൊന്നുമില്ല. ഓഫീസിലേക്ക് എന്നെയും വിളിച്ച് പറഞ്ഞിരുന്നു. അനിയത്തിയല്ല, അവൾക്കൊരു ആത്മമിത്രം ഉണ്ടല്ലോ, കിച്ചു. ഉത്തരവാദിത്തം മുഴുവൻ അവന്റെ തലയിലല്ലേ. അതിന്റെ ഭാരം കൂടിയതുകൊണ്ടാവും എന്നെ കൂടെ കൂട്ടാന്ന് കരുതി. ഞാൻ പിന്നെ ഏത് ഭാരം അങ്ങ് താങ്ങിക്കൊള്ളുമല്ലോ. എന്തൊക്കെയാ സുഖേട്ടേ പറയുന്നേ? കിച്ചു ഉണ്ടായി കാണുള്ളൊരു സഹായത്തിന് അല്ലാതെ. അതെ, അവനുണ്ടാവണല്ലോ. കുറച്ചൊക്കെ ഉത്തരവാദിത്തം അവനും കാണിക്കണ്ടേ. അവൻ മതി. അതുകൊണ്ട് എന്നെ വിളിച്ചപ്പോ ഞാൻ ഇല്ലാന്ന് പറഞ്ഞത്. അങ്ങനൊന്നും പറയരുത് സുഖേട്ട. നമുക്കിപ്പോ അവിടെ വരെ ഒന്ന് പോണം. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. പിന്നെ ഈ പാതിരാത്രിക്ക് ഇനി ആശുപത്രിക്ക് കെട്ടെടുക്കാണ്ട. ഞാൻ വന്നാ അവിടെ അത് അധികം പറ്റാ. സുഖേട്ട പ്ലീസ്, നമുക്കൊന്ന് അവിടം വരെ പോയിട്ട് വരാം. ബോധം തെളിഞ്ഞപ്പോ അച്ഛൻ എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്നാ ചെല്ല്, നിന്നെയല്ലേ കാണണമെന്ന് പറഞ്ഞ്.
നീതല്ല, ഞാനില്ല. ഞാൻ തനിച്ചോ? എന്താ തനിച്ചു പോകാൻ വഴി അറിയില്ലേ? ഈ നേരത്ത് നിനക്കിതൊക്കെ ഒരു നേരാണോ? ഈ അവസ്ഥയിൽ ഇനി അവൻ എന്തായാലും വരില്ല. പിന്നെന്ത് ചെയ്യാനാ? ഞങ്ങൾ ആരെങ്കിലും കൂടെ വരാന്ന് വെച്ചാ ഈ രാത്രിയിൽ എങ്ങനെയാ? എന്തായാലും ഇനി നാളെ പോവാ. അത്ര അത്യാസന്ന നിലയിലൊന്നുമല്ലല്ലോ. പിന്നെ പോയേ വെക്കുന്നുണ്ടെങ്കിൽ തനിയെ പോകാനുള്ള ധൈര്യം ഉണ്ടേ പോയിക്കോ. വല്ല ഓട്ടോയും വിളിച്ചു പോയാ മതി. ഏതായാലും ഞാൻ സുഖമായിട്ട് ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. സുഖേട്ട, സുഖേട്ട ഒന്ന് എഴുന്നേക്ക്. സുഖേട്ട, സുഖേട്ട ഒന്ന് എഴുന്നേക്ക്. സുഖേട്ട, സുഖേട്ട ഒന്ന് എഴുന്നേക്ക്. സുഖേട്ട, സുഖേട്ട. ഞാൻ പോവാ ഹോസ്പിറ്റലിലേക്ക്. തനിച്ചോ? വേണ്ട ചേച്ചി, ഈ രാത്രി തനിയൊന്നും പോണ്ട. പോണം, എനിക്ക് പോയേ പറ്റൂ. ചേച്ചി നാളെ പോവാം. പറ്റില്ല മോളെ, എനിക്ക് എന്റെ അച്ഛനെ കാണണം. കല്യാണി, സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. നാളെ പോവാം. പറ്റില്ല മോളെ, എനിക്ക് എന്റെ അച്ഛനെ കാണണം. കല്യാണി, ഈ രാത്രി തന്നെ പോവാൻ തീരുമാനിച്ചോ? എനിക്ക് പോണം, എനിക്ക് എന്റെ അച്ഛനെ കണ്ടേ പറ്റൂ. അത്രയ്ക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ പോയിക്കോ. ചേച്ചി വരുന്നുണ്ട്. ഇതെന്താ ഇവള് തനിയെ? സുഖം എന്തിയ മോളെ? ഇത്ര നേരായിട്ട് സുഖേട്ടൻ വന്നില്ല, അതുകൊണ്ട് ഞാൻ തനിച്ചിങ്ങ് പോന്നു. അച്ഛൻ എവിടെ അമ്മേ? കാഷ്വാലിറ്റിയില്ല. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഡോക്ടർ എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ല, BP കൂടിയതാ. അച്ഛനെ എനിക്കൊന്ന് കാണണം. അച്ഛാ, നെഞ്ചുവേദന ഇപ്പൊ കുറവുണ്ടോ അച്ഛാ? ആവശ്യമില്ലാതെ ഓരോന്നോർത്ത് അച്ഛൻ മനസ്സ് വിഷമിപ്പിക്കുക. സുഖു വന്നില്ലേ മോളെ? അത് സുഖേട്ടൻ വന്നിട്ടുണ്ട്. അവിടെ പുറത്ത് നിൽക്ക, അമ്മയോട് സംസാരിച്ച്. സുഖു അധികം സംസാരിച്ച് സ്ട്രെയിൻ എടുക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അച്ഛൻ ഉറങ്ങിക്കോ, ഞങ്ങൾ പുറത്ത് നിൽക്കാം.
അച്ഛനെ കണ്ടോ മോളെ? കണ്ടു. എന്തെങ്കിലും പറഞ്ഞു അച്ഛൻ? കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ചേച്ചി നിങ്ങൾ വന്നേ. സുഖമായിട്ടും വന്നില്ല അല്ലേ? ഇല്ല, കുടിച്ച് ബോധമില്ലാതെ വീട്ടിൽ വന്നേ. അതുകൊണ്ട് ഞാൻ തനിച്ചിങ്ങ് പോന്നു. സുഖമായിട്ടും വന്നില്ലാന്ന് അച്ഛന് മനസ്സിലായി. എങ്ങനെ വന്നു എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അച്ഛനെല്ലാം അറിയാം, അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം. നീ എന്തിനാ ദേവു അച്ഛനോട് പറയാൻ പോയത്? അറിയിക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞതല്ല ചേച്ചി. ചേച്ചി എന്നോട് സംസാരിച്ചോണ്ടിരുന്നപ്പോ അച്ഛൻ പിന്നിലൂടെ വന്ന് ഫോൺ വാങ്ങി. എല്ലാം കേട്ട് വലിയ വിഷമത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞ ആ വിഷമം കൊണ്ട് അച്ഛന് നെഞ്ചുവേദന വന്നത്. എന്റെ ഈശ്വര, ഞാൻ കാരണം എന്റെ അച്ഛൻ. ചേച്ചി വിഷമിക്കണ്ട, ഒക്കെ നമ്മുടെ വിധിയ. ശാപം കിട്ടിയവരല്ലേ നമ്മള്. എനിക്കറിഞ്ഞ അമ്മയെ കൂടി വിഷമിപ്പിക്കണ്ട ചേച്ചി. ചേച്ചിക്കൊരു നല്ല ജീവിതം കിട്ടിയ സന്തോഷത്തില്ല ആ മനസ്സ്. ഈശ്വര, ഇത്രയും പരീക്ഷിക്കാൻ മാത്രം ഞങ്ങൾ എന്ത് പാപം ചെയ്തു? വേദപുസ്തകത്തിൽ പറയുന്നില്ലേ സാറാമേ, ധൂർത്തുപുത്രൻ തിരിച്ചു വരുമ്പോൾ അപ്പനുണ്ടാകുന്ന സന്തോഷത്തെപ്പറ്റി? ആ ഒരു സന്തോഷത്തിലാ ഞാനിപ്പോ. അവിടെ പുത്രൻ ധൂർത്തടിച്ച് തിരികെ വന്നു. ഇവിടുത്തെ പുത്രൻ തെമ്മാടിത്തരം കാണിച്ച് തിരിച്ചു വരാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോ അപ്പം പോവുക അവനെ തിരിച്ചു കൊണ്ടുവരാൻ. എന്നാലും ഈ തന്തയ്ക്ക് സന്തോഷമാണടി. പുത്രനെ തിരിച്ചു കിട്ടിയത് കൊണ്ട് മാത്രമല്ല, ഇതിനൊക്കെ കാരണക്കാരുടെ മുമ്പിൽ ജയിച്ചു എന്നൊരു സന്തോഷം. അവനെ കാണാൻ എനിക്കും കൊതിയായി. കൊതിച്ചിരുന്നിട്ടൊടുവിൽ കോടതിക്കാരിയൊക്കെ ആയതുകൊണ്ടാ. നീ ആ കരുതാവ് വളയ്ക്കാതെ. എനിക്കുറപ്പാ നമ്മുടെ മോനെ കോടതി വെറുതെ വിടുമെന്ന്. വിട്ടാ മതിയായിരുന്നു എന്റെ കർത്താവേ. കണ്ണീരെത്ര ഒഴുക്കിയതാ. അതിനടി സന്തോഷിക്കാൻ ഇങ്ങനെ ഒരു ദിവസം തന്നത്. എനിക്കിന്ന് സന്തോഷിക്കണം, എനിക്കിന്ന് അടിച്ചു പൊളിക്കണം. അവൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ട്. മടങ്ങി വരാൻ ഒരുപാട് വൈകോ? അതൊന്നും പറയാൻ പറ്റത്തില്ല. എപ്പോ വേണമെങ്കിലും വരാം. വരുമ്പോഴേക്കല്ല റെഡി ആവണം. അല്ല, ആരൊക്കെ അടുക്കളയിൽ പണിക്കാര്? ആ തെക്കേലെ ത്രേസ്യാമ്മ ചേട്ടത്തി മോളും ഉണ്ട്. ആ മീൻകറി ത്രേസ്യാമ്മ ചേട്ടത്തി കൊണ്ട് തന്നെ വെപ്പിക്കണം. പിന്നെ അടുക്കളയിൽ ആള് പോരാതെ വരികയാണെന്നുണ്ടല്ലേ, അടുത്തുനിന്ന് ആരെങ്കിലൊക്കെ വിളിച്ചോ. ചായ തണുക്കും. ചായ ഒന്നും വേണ്ട, ഒരെണ്ണം അടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ വേണ്ട. പിന്നെ ബേക്കറിന് സാധനങ്ങളോട്ട് ആള് വരും. എല്ലാം വാങ്ങി ഒന്ന് ശ്രദ്ധിക്കണം, പറഞ്ഞല്ലോ ഉണ്ടോന്ന്. പിന്നെ ആ ചെറായി ഒന്ന് കടയിൽ വിട്ടായിരുന്നോ? അവന്റെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. ഞാൻ ഇപ്പം പറഞ്ഞുവിടാം. പിന്നെ മോന്റെ മുറിയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടേക്കണം. അതൊക്കെ ഇന്നലെ തന്നെ എന്നാ പിന്നെ ശരി, ഞാൻ ഇറങ്ങാം. ഓക്കെ. ഇതിനകത്ത് ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കാനാണോ ഉദ്ദേശം? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. വില്ല ഇന്ന് വരും. ഒരുപാട് സന്തോഷമുള്ള ദിവസമാ, എനിക്ക് മാത്രമല്ല നിന്റെ മമ്മിക്കും. പക്ഷേ നീ മാത്രം എന്താ ഇങ്ങനെ? അവനിതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി നീയായിട്ട് തക്കാലൊന്നും അറിയിക്കാൻ വേണ്ട. അവന് തോന്നണം നീ ആ പഴയ ആലീസ് തന്നെയാണെന്ന്. കേട്ടല്ലോ? എന്തിനാ ഡാഡി ഇങ്ങനൊരു നാടകം കളി? അവൻ അറിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. അല്ലേലും നിനക്ക് എന്താ പ്രശ്നമായിട്ടുള്ളത്? ഇപ്പൊ പേട്ടക്കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും നിനക്ക് പ്രശ്നമല്ലല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവനിവിടെ വന്ന് കയറുമ്പോൾ ഈ വീർത്തികെട്ടിയ മുഖം കാണാൻ ഇട വരരുത്, കുറച്ച് ദിവസത്തേക്കെങ്കിലും. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ദൈവം തമ്പുരാൻ വിട്ടുകൊടുത്തോളാം. എന്താ അച്ചായ? ഞാൻ അവളോട് ഇതിനകത്ത് എന്തിനാ അടച്ചുപൂട്ടിയിരിക്കാൻ ചോദിക്കുകയായിരുന്നു. വില്യം വന്ന് കയറുമ്പോ അവൻ എന്താ വിചാരിക്കുക? സത്യം പറഞ്ഞ അത് ഓർക്കുമ്പോ ഉള്ളിലൊരു തീയ അച്ചായ. അതെന്തിനാടി? അവനറിയില്ലല്ലോ അവളുടെ കാര്യങ്ങളൊന്നും. ഇനി അറിയുമ്പോ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഓർക്കുമ്പോഴാ. ഒന്നും സംഭവിക്കില്ല. അവൻ എന്റെ മോനാ. ഏത് പ്രതിസന്ധിയിലും തളരാതിരിക്കാനുള്ളൊരു മനസ്സവനുണ്ട്. എനിക്കൊരൊറ്റ പേടിയേ ഉള്ളൂ. ഇവൾക്ക് വയറ്റിലുണ്ടെന്നും അതിന് ഉത്തരവാദി ശിവനാണെന്നും അറിഞ്ഞു കഴിയുമ്പോ ഇവളീ പറയുന്ന പോലെ ഇവളുടെ കഴുത്തേലൊരു മിന്നു കെട്ടുന്നവരെ അവനെ വില്യം ജീവനോടെ വെച്ചേക്കുമോ എന്ന്.
പിന്നെ ഞാൻ പറഞ്ഞതിനപ്പുറം അവൻ പോവില്ല. ആ ആ നീ നോക്കിക്കാതെ അവൻ വരുമ്പോഴത്തേക്ക് ഇവിടെ ജോലിയൊക്കെ തീർക്ക്. ചെല്ല് ചെറായി, എടാ ചെറായി, എടാ ചെറായി, ചെറായി. ഞാനിവിടെ ഉണ്ട്. നീ ഇവിടെ എന്തോ എടുക്കായിരുന്നടാ? ഞാൻ അടുക്കളയിൽ അല്പം മേൽനോട്ടം കൊടുക്കാറുന്നു. ഓ, ഇയാള് മേലെയും കീഴേ നോക്കണ്ട, നേരെ കടയിലേക്ക് അല്ലേ. ലിസ്റ്റ് അവള് തരും. പിന്നെ ഒരു സ്കോച്ച് കൂടി വാങ്ങിക്കോ. ഓ, ഞാനിപ്പോ തന്നെ പോയേക്കാം. ഓ ആ പിന്നെ നീ ഇവിടെ തന്നെ കാണണം ഞങ്ങൾ പോയി വരുന്നത് വരെ. പിന്നെ എല്ലാത്തിനും കൂടെ ശ്രദ്ധ വേണം. ഉവ്, ഞാനിവിടെ തന്നെ കാണും. ആ സാറാമ്മേ, ഞാൻ ഇറങ്ങുന്നു. ഓ, എന്താ ഒരു ഉത്സാഹം. കല്യാണിയുടെ അച്ഛനൊന്ന് പോയി കണ്ടൂടെ നിനക്ക്? എന്തിന്? ആശുപത്രി കിടക്കുന്ന ഒരാളെ പോയി കാണുന്ന എന്തിനാ? ആ എനിക്ക് സമയം കിട്ടില്ല. ഓഫീസിൽ പോകുന്ന വഴി അവിടെ നിന്ന് കയറിയാ പോരെ? അല്ലെങ്കിൽ പിന്നെ അതാവും പരാതി. വന്നില്ല, കണ്ടില്ല, എന്തിനാ വെറുതെ? എന്ത് വേണമെങ്കിൽ പറയട്ടെ, അവളോടുണ്ടല്ലോ. പിന്നെ ഇപ്പം ഞാൻ ചെന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും അങ്ങനെയാണോടാ? രാത്രി തനി അവളവിടെ കയറി ചെന്നപ്പോഴേ അവർക്ക് സംശയം തോന്നിക്കാണും, എന്തോ പ്രശ്നമുണ്ടെന്ന്. അതിന്റെ പേരിൽ ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്. എന്നിട്ടും അവളവിടെ എത്തിയോന്നറിയാൻ ആരും ചെന്നില്ല എന്ന് പറഞ്ഞ അങ്ങനെ ഇപ്പം അന്വേഷണം എടുക്കേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയെങ്കിൽ അതേപോലെ അങ്ങ് തിരിച്ചു വരും. അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനതങ്ങ് സഹിക്കും. അല്ലാതെ അവളുടെ കാല് പിടിക്കാനൊന്നും എന്നെ കിട്ടില്ല. അവളവിടെ ചെന്ന് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാവുകയാവോ? എന്തു പറയാൻ? പറയാതെ തന്നെ അറിയാലോ, ഏത് പാതിരയ്ക്ക് എവിടെ വേണമെങ്കിലും തനിയെ പോകാനുള്ള ധൈര്യവും തന്നോട് മകൾക്കുണ്ടെന്ന്. നീ ഇനി ഓരോന്നും പറഞ്ഞ് പ്രശ്നം വഷളാക്കണ്ട. എന്തായാലും ഇന്ന് നീ അവിടെ വരെ ഒന്ന് ചെല്ല്. അവർക്കൊരു സംശയത്തിനിടം കൊടുക്കുന്ന എന്തിനാ? എന്തെങ്കിലും അവരുടെ മനസ്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ നീ ഒന്ന് ചെന്നാൽ അതങ്ങ് തീർന്നോളും. ഞാൻ എവിടെയും പോകണമില്ല, എനിക്കൊന്നും തീർക്കാനുമില്ല. അതിനാളെ വേറെ നോക്കണം. അമ്മയുടെ ഈ സ്വഭാവം എനിക്ക് മനസ്സിലാവാത്തത്. ചിലപ്പോൾ പോകാൻ പറയും, ചിലപ്പോൾ പോകണ്ടെന്ന് പറയും. എന്താ നമ്മുടെ മനസ്സിൽ? ഒന്ന് കാണാതെ ഒന്നമ്മ പറയൂടെ സുഖു. ഈ സമയത്ത് അവരോട് കുറച്ച് അടുപ്പം കാണിച്ചാ അതുകൊണ്ട് പ്രയോജനം ഉണ്ടടാ മോനെ. അവളും അവളുടെ വീട്ടുകാരും പറയുന്നതനുസരിച്ച് ജീവിച്ചുള്ള ഒരു പ്രയോജനം എനിക്ക് വേണ്ട. ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കണമെങ്കിലേ കുറച്ചൊക്കെ താഴ്ന്നു കൊടുക്കേണ്ടി വരും, അനുസരിക്കേണ്ടിയും വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. എന്തായാലും നനഞ്ഞു, അപ്പൊ പിന്നെ ശരിക്കും മുങ്ങി കുളിക്കുക. ഒന്നും ചെയ്യാതെ തന്നെ ഉദ്ദേശിച്ച കാര്യം ഞാൻ സാധിക്കും. എത്രത്തോളം? എടാ, നീ ഇങ്ങനെ മല്ലടിച്ചു നിന്നാ എന്തെങ്കിലും നക്കാപ്പിച്ച തന്ന് നിന്നെ അവരൊതുക്കും. പക്ഷെ ഇത്തിരി നയത്തിലൊക്കെ നിന്നാ വേണമെങ്കിൽ ഉള്ളത് മുഴുവൻ ഇങ്ങ് വാങ്ങാം. അതെന്താ നിനക്ക് മനസ്സിലാവാത്തത്? നീയൊന്ന് മനസ്സ് വെച്ചാ മതി, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. അല്ലാതെ ദേഷ്യപ്പെട്ടും ബഹളം വെച്ച് ഓരോന്ന് ചെയ്താ അവരവരുടെ പാട്ടിന് പോവും. അതുകൊണ്ട് ഇനിയൊരവസരം പാഴാക്കാതെ നോക്കിയാൽ നമുക്ക് കൊള്ളാം. ഒന്നുമില്ലെങ്കിലും ഇവിടെ എന്ത് നടന്നാലും അതൊന്നും അവരറിയാതെങ്കിലും ശ്രദ്ധിക്കണം. സുവേട്ടാ, നാളെ ഫീസ് അടയ്ക്കണം. കഴിഞ്ഞ മാസത്തെ കുറച്ച് ബാലൻസ് ഉണ്ട്. അടുത്ത മാസം അടയ്ക്കാം. പിന്നെ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. സാറിനോട് പറഞ്ഞാൽ മതി, അടുത്ത മാസം തീർത്തടയ്ക്കാമെന്ന്. എനിക്ക് വയ്യ. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇവിടെ വിഷം വാങ്ങാൻ കാശില്ലായിരിക്കുക, അപ്പോഴാ ഒരു ഫീസ്. എന്നിട്ട് എന്നും വിഷം വാങ്ങി കഴിക്കണ്ടല്ലോ. അതിനാവശ്യത്തിന് കാശും ഉണ്ട്. നേരെ കൂടുതൽ വിടയല്ലേ, പറയുന്നതനുസരിച്ചാ മതി. ഒരു ഫീസ്. എന്താടി? സുഖുവേട്ടനോട് ഞാൻ ഫീസ് അടയ്ക്കാനുള്ള പൈസ ചോദിച്ചു. എന്നിട്ട് കിട്ടിയോ? ഇല്ലെന്ന്, അടുത്ത മാസം അടയ്ക്കാന്ന്. എണ്ണി ചുട്ട് അപ്പം പോലെ കിട്ടുന്ന ശമ്പളം എന്തിനൊക്കെ തികയും? ഒരു മുടക്കമില്ലാതെ കാര്യങ്ങളൊക്കെ നടത്താനുള്ള വഴി പറഞ്ഞു കൊടുത്താലോ അവന്റെ തലയിൽ കയറുന്നുമില്ല.
അമ്മേ